ഒരുപാട് വിഷയങ്ങൾ ഇന്നും പങ്കുവെക്കാറുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് കാസർഗോഡിലേക്കാണ്. കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്കാണ് ആദ്യ യാത്ര. മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടി പ്രതീക്ഷയോടെ എത്തിയ വിദ്യാർത്ഥികൾ ഇന്നേറെ പ്രയാസത്തിലാണ്. ക്ലാസ് റൂം പഠനത്തിനപ്പുറം ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും ഇനിയും അവിടെ പരിഗണിച്ചിട്ടില്ല. താമസത്തിനും മറ്റുമായി ചെലവേറെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ സമരമുഖത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ഔദാര്യമല്ല, അവകാശം. സ്വന്തമായി കെട്ടിടമില്ല. എനിക്ക് പിന്നിൽ കാണുന്ന കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ 1-ാം നിലയിലാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 3 ബാച്ച് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത്. പഠനാന്തരീക്ഷത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എതിരഭിപ്രായമില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉടനൊരുക്കും. 3 വർഷം മുൻപ് ഉക്കിനടുക്കയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അധികൃതർ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഉറപ്പാണിത്. ഇന്നിപ്പോൾ 3 ബാച്ചുകളിലായി 179 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ക്ലാസും ലാബും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ സൗകര്യത്തിൽ. 10 കുട്ടികൾക്ക് 1 എന്ന വീതം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പാൾ അടക്കം 5 പേർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം അങ്ങ് ദൂരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. ഇതൊക്കെയും സഹിക്കാമെങ്കിലും താമസിക്കാൻ സ്വന്തമായി തന്നെ ഇടം കണ്ടെത്തേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. സർക്കാർ കോളേജിൽ ഹോസ്റ്റൽ ഉൾപ്പെടെ വേണമെന്നിരിക്കെ അതിന്റെ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഗ്രാന്റ് ആനുകൂല്യം ലഭിച്ചാലും ക്യാമ്പസിന് പുറത്ത് മുറികൾക്ക് നൽകുന്ന വാടക തുകയുടെ പകുതി പോലും ആകുകയുമില്ല. ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് മാസ വാടക 250 രൂപ മുതൽ 300 രൂപ വരെ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ 6000 മുതൽ 10000 രൂപ വരെയാണ് വാടകയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ക്ലിനിക്കൽ ആവശ്യങ്ങൾക്കായി കോഴിക്കോട് പോകുന്ന സമയത്തും നമ്മൾ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള റൂംസ് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വാടക തുക 5000 രൂപയാണ്. അപ്പോഴും ഇവിടുത്തെ റൂമിന്റെ ലഭ്യത കുറവ് കാരണം നമുക്ക് ഇവിടെയും അവിടെയും തുക അതേ മാസം തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിലവിൽ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഉക്കിനടുക്കയിലെയും തൊട്ടടുത്ത പെർളയിലെയും വാടക ക്വാർട്ടേഴ്സുകളിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. പുതിയ ബാച്ച് വിദ്യാർത്ഥികൾ എത്തിയാൽ അടുത്തെവിടെയും ഇനി ക്വാർട്ടേഴ്സുകളും ഒഴിവില്ല. അങ്ങനെ വരുമ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് താമസം തേടി പോകേണ്ടിയും വരും. ടെമ്പററി എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഹോസ്റ്റൽ വേണമെന്നാണ് നമ്മൾ ഈ ഒരു സൂചനാ സമരമായിട്ട് മുന്നോട്ട് വെച്ചത്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മറുപടിയും, നമ്മൾ ആദ്യം ലെറ്റർ കൊടുത്തു, സൂചനാ സമരം പോകുമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തു. ആ സൂചനാ സമരം അതിനൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സൂചനാ സമരം നമ്മൾ മുന്നോട്ട് വെച്ചു, അതിന് നമുക്കൊരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം അതാണ് നമ്മൾ കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ ഇവിടെ സൂചനാ സമരമായിട്ട് കൂടിയത്. ഇനി ഇതിന് നമുക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളായി അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. 6000 മുതൽ 10000 വരെയാണ് ക്വാർട്ടേഴ്സുകൾക്ക് വാടകയുള്ളത്. വാടക ഇനത്തിൽ മാത്രം വലിയൊരു തുക ഇതിനകം ചെലവായി. അതേസമയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി അത് തുറന്നു നൽകുമ്പോൾ തങ്ങളുടെ താമസകാര്യം കൂടി പരിഗണിക്കണമെന്നാവശ്യപ്പെടുകയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സൗകര്യം ഒരുക്കിയതും അവർ ചൂണ്ടിക്കാട്ടുന്നു. നഴ്സിംഗ് കോളേജ് തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടാണ് MBBS ഇവിടെ ആരംഭിക്കുന്നത്. കുട്ടികൾ വന്ന് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട ഹോസ്റ്റൽ ഇവിടെ തുറക്കാൻ തന്നെ പോവുകയാണ്. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് പുതിയതായിട്ടൊരു കോളേജ് ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രം അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പരിസര പ്രദേശങ്ങളിൽ പാമ്പുശല്യവും കൂടുതലാണ്. ഭക്ഷണം വാങ്ങാൻ പുറത്തു പോകുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പാമ്പുകടിയേറ്റ സംഭവങ്ങളും ഉണ്ടായതായി അവർ പറയുന്നു. ഹോസ്റ്റൽ എന്ന ആവശ്യമുയർത്തി ഇതിനകം സൂചനാ സമരം നടത്തിയിട്ടുണ്ട്. അനുകൂല നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുവാനാണ് തീരുമാനം. സ്വസ്ഥമായി പഠിക്കാൻ മതിയായ സൗകര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. 10000 വാടക നൽകി ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച് എത്ര കാലം പഠിക്കാൻ പറ്റും? സ്വന്തമായൊരു ഹോസ്റ്റൽ കെട്ടിടമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനാണ് അധികൃതർ പ്രഥമ പരിഗണന നൽകേണ്ടത്. ക്യാമറമാൻ വിനോദ് മേലിനൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.